ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത് ഇന്നലെ ഏപ്രിൽ 10 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജിൻ, വിനയ് ഫോർട്ട്, ജഗദീഷ്, കലാരഞ്ജനി, ശ്രീജ രവി, സ്വാതിദാസ് പ്രഭു, അഭിരാൻ രാധാകൃഷ്ണൻ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം ആദ്യ ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഓപ്പണിംഗ് കേരള കളക്ഷനായി നേടിയെടുത്തത് 50 ലക്ഷം രൂപയായിരുന്നു. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ചയിലെ കേരള പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ 17,10,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിലായി ഇന്ന് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 21,16,000 രൂപയാണ്. നിലവിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ മണിക്കൂറിൽ 2000, 2500, 3000 ടിക്കറ്റുകൾ വരെ വിറ്റഴിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്നലത്തതിന്റെ ഇരട്ടിയിലധികം കളക്ഷൻ, അതായത് 1 കോടി റേഞ്ചിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1.5 കോടി റേഞ്ചിൽ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടിക്ക് മുകളിലുമാണ്. കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ആഗോളതലത്തിന് തന്നെ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. ചിത്രത്തിന്റെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം 57,40,00,000 കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 7 കോടിയുമാണ് നേടിയെടുത്തത്. ആദ്യ 8 ദിവസം കൊണ്ട് 64,40,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് 8 ദിവസം കൊണ്ട് 53,06,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 117,46,00,000 രൂപയാണ് വ്യാഴാഴ്ച വരെ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. അതേസമയം 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 6,70,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 64,10,00,000 രൂപയാണ് വാഴ 2 സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 130 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം രണ്ടാമത്തെ ശനിയാഴ്ചയും 10-ാം ദിവസം കൂടിയ ഇന്ന് ഈ സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 3,93,00,000 രൂപയാണ്. അപ്പോൾ ഇന്നും കേരളത്തിൽ 7-7.5 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 71 കോടിക്ക് മുകളിലാണ് വാഴ 2 സ്വന്തമാക്കിയിരിക്കുന്നത്. 10-ാം ദിവസം എന്ന ശനിയാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 142-144 കോടി റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത. മാർച്ച് 19 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ആട് 3. ചിത്രം 4-ാമത്തെ ശനിയാഴ്ച കൂടിയ 24-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 23 ദിവസം കൊണ്ട് കേരളത്തിൽ 52,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 15-20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 52,80,00,000 റേഞ്ചിലാണ് 24 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 122 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ ഏപ്രിൽ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഡാക്കോയിറ്റ്. ഷാനിയൽ ഡിയോ തിരക്കഥ സംവിധാനം ചെയ്ത് തെലുങ്കിലും ഹിന്ദിയിലുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അതിവിശേഷ്, മൃണാൾ താക്കൂർ, അനുരാഗ് കശ്യപ്, പ്രകാശ് രാജ്, നീരീഷ് അഹങ്കാരി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2,20,000 രൂപയാണ്. തെലങ്കാനയിൽ നിന്ന് 2,90,00,000, ആന്ധ്രയിൽ നിന്ന് 2,19,00,000, കർണാടകയിൽ നിന്ന് 98 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 16 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,40,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തത് 7,63,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $6,43,000, അതായത് $5,96,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തത് $13,59,00,000 രൂപയാണ്. രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷനായി ഇന്ന് 14 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 27-28 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ഏപ്രിൽ 10 വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് LIK ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രദീപ് രംഗനാഥൻ നായകനായി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് പ്രദീപ് രംഗനാഥൻ, വിഘ്നേഷ് ശിവൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. SJ സൂര്യ, കൃതീഷ് ഷെട്ടി, ആനന്ദ് രാജ്, യോഗി ബാബു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വമ്പൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 18 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി മാത്രം നേടിയെടുത്തത് 5,59,00,000 രൂപയായിരുന്നു. കർണാടകയിൽ 80 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 1,54,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 9 ലക്ഷം. അങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനായി 8,20,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തത്. വിദേശത്ത് നിന്ന് $2,33,000, അതായത് $2,16,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ $10,36,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി സിനിമ നേടിയെടുത്തിട്ടുള്ളത്. രണ്ടാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 12 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 22 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 95 കോടി റേഞ്ചിലാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.